ഹലോ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മാങ്ങാക്കറിയും ബീഫ് വരട്ടിയതും കൂടെ കഴിച്ചിട്ടുണ്ടോ? അസാധ്യ ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി മാങ്ങാക്കറി വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. എസ്പെഷ്യലി നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന മാങ്ങാക്കറി ഇല്ലേ, അതുപോലെ തന്നെ എൻ്റെ അച്ചാച്ചൻ ഉണ്ടാക്കണ മാങ്ങാക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കാരണം അച്ചാച്ചൻ ഒരു കുക്കായതുകൊണ്ടാവാം. അച്ചാച്ചൻ കാറ്ററിംഗ് സർവീസൊക്കെ ചെയ്യുന്ന ഒരാളാട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി ഫംഗ്ഷനൊക്കെ അച്ചാച്ചൻ തന്നെയാണ് അധികം കുക്ക് ചെയ്യാറ്. ഈ അച്ചാച്ചൻ എന്ന് വിളിക്കുന്നത് എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത പെങ്ങളുടെ ഭർത്താവിനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് തിരുമ്മിയിട്ട് അതിൻ്റെ കൂടെ മാങ്ങയും കൂടെ ഇട്ട് തിരുമ്മി തേങ്ങയുടെ 2 പാലൊഴിച്ച് കറി വെക്കണമെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ അമ്മയുടെ അമ്മയാണ്. ഞാൻ അമ്മ തന്നെയാണ് കേട്ടോ വിളിക്കാറ്. എൻ്റെ മാരേജിന് മുമ്പാണ് ഇതൊക്കെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ മാങ്ങാക്കറി ആദ്യമായിട്ട് വെക്കുന്നത് മാരേജ് കഴിഞ്ഞ് ഞാനും ചേട്ടനും കൂടെ എറണാകുളത്തേക്ക് മാറി താമസിച്ച ശേഷമാണ്. അപ്പോഴാണ് എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞേക്കണേ. ചേട്ടൻ മിക്കപ്പോഴും കളിയാക്കി പറയാറുണ്ട് എൻ്റെ കറികളൊക്കെ ലക്കി ഡ്രോ പോലെയാണെന്ന്. കുറച്ചൊക്കെ സത്യം ഉണ്ടെങ്കിലും എപ്പോഴും അങ്ങനെ വരാറില്ല കേട്ടോ. പക്ഷേ എത്രയൊക്കെ ഞാൻ റെസിപ്പി ചോദിച്ച് മേടിച്ച് വീട്ടിലുണ്ടാക്കിയാലും അച്ചാച്ചൻ വെക്കണ പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഫംഗ്ഷന് പോയിട്ട് കഴിക്കുന്ന മാങ്ങാക്കറി പോലെ ഒന്നും ഇതുവരെ ആയിട്ടില്ല. ആ ഒരു ടേസ്റ്റ് അത് അവരുടെ തന്നെ ഒരു സീക്രട്ടാണ്. എന്നും വെച്ച് ഞാൻ ഉണ്ടാക്കണ മാങ്ങാക്കറി അത്ര മോശം എന്നല്ല കേട്ടോ. അതിൽ അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻ്റ് ഒന്നും ഇതുവരെ ചേട്ടൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചോറിൻ്റെ കൂടെ മാങ്ങാക്കറിയും ബീഫ് വരട്ടിയതും കൂടെ കഴിച്ച് നോക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ കൂടെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ ഈ ഒരു കോമ്പിനേഷനിൽ കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ഡു കമൻറ്റ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.